ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്. നമ്മളിവിടെ അമ്പലത്തിലത്തെ പ്രതിഷ്ഠാദിനത്തിന് വന്നതല്ലേ. അപ്പോൾ അവിടെ വീട് പണി നടക്കണ്ടല്ലോ. എല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാവരും വിചാരിച്ചത് നമ്മുടെ വീടാണ്. ഞങ്ങളുടെ വീടാണെന്നാണ്. അതല്ല, അച്ഛൻ പണിയുന്ന വീടാണ്. അവർക്ക് വേണ്ടി പണിയുന്ന വീടാണ് കേട്ടോ. അതെ, കുറേ പേര് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട എന്തായി നിങ്ങളുടെ വീട് പണി എന്നുള്ളത്. ഞങ്ങളുടെ അല്ല, ഇത് എൻ്റെ വീട്, അതായത് എൻ്റെ അച്ഛൻ അമ്മ ആങ്ങളമാര് അവർക്കൊക്കെ ഉള്ള വീടാണ്. ഇതുള്ള എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചുമൂർത്തി മംഗലം, പാലക്കാട് വടക്കഞ്ചേരി അടുത്ത് അഞ്ചുമൂർത്തി മംഗലം, അവിടെയാണ് കേട്ടോ വീട്. അപ്പൊ കുറെ പേര് ഏകദേശം തേപ്പ് കഴിഞ്ഞിട്ടില്ല. അന്ന് ഫ്രണ്ടിത്തെ തേപ്പ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വാർത്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതിന്ന് കുറച്ചൊന്ന് ഇതായിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള പണികൾ മുന്നോട്ട് പോകണം, കുറച്ച് പാടാ. അതെ, കുറച്ച് എന്താ പറയാ, ലോണൊക്കെ കഴിഞ്ഞു. ലോണൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞു, മുന്നോട്ട് പോയിട്ടില്ല. തൽക്കാലം ഇപ്പൊ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും രാവിലെ മോൾക്ക് സ്കൂളുണ്ടായിരുന്നു. മോൾക്ക് ഇപ്പോൾ 18-ാം തീയതി മുതൽ സ്കൂൾ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എങ്ങനെ വരാമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ തട്ടകത്തെ അമ്പലത്തിൽ ഇപ്പോൾ ഒരു 16-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. ക്ഷേത്ര പുനരുദ്ധാരണവും കലശം, പിന്നെ കുംഭാഭിഷേകം, അങ്ങനെ പിന്നെ പ്രതിഷ്ഠ, അതായത് പ്രതിഷ്ഠാദിനവും കൂടിയിട്ട്. അപ്പോൾ ഇന്നായിരുന്നു പ്രതിഷ്ഠാദിനം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഒരു 12 മണിയോട് കൂടിയിട്ട് ഇവിടെ എത്തി. കറക്റ്റ് ആ സമയത്ത് തന്നെ എത്തിയിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തൊഴാനൊക്കെ പറ്റി, തൊഴുത് പിന്നെ അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് നേരം, അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, എന്നിട്ട് അങ്ങനെ ഒന്ന് വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാ. അതെ, ഇന്ന് പോകണം. അപ്പോൾ മോൾക്ക് നാളെ സ്കൂളുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് പോകേണ്ടത് കൊണ്ട് എന്തായാലും ഉള്ളിലേക്ക്. അപ്പോൾ എന്തായാലും ഉള്ളിൽ അന്ന് കാണിച്ച പോലെ അന്ന് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിപ്പോ പണിത് കുറച്ച് എന്താ പറയാ, അന്ന് കണ്ടപ്പോ കുറച്ച് സ്ഥലം പോരെ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കോണി ഇതില് വെക്കണോ, സ്റ്റെയർ കേസ് ഇതിൽ വെക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെക്കായിരുന്നു അല്ലേ, കാരണം സ്പേസ് ഉണ്ട്. ഇപ്പൊ ഇനിയും ഈ ഇതൊക്കെ പണിത് വരുമ്പോ ഒന്നുകൂടി സ്പേസ് തോന്നിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ, ഓരോ സ്റ്റെപ്പ് പണികള് വീടിന്റെ കഴിയുന്തോറും അത് വലുതായി തോന്നും. അതെ അതെ. അപ്പൊ അങ്ങനെ ഇതൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം 10, 11, 12 അങ്ങനെ എന്തൊക്കെയുണ്ട്. ഈ അളവൊന്നും എനിക്കറിയില്ല കേട്ടോ. 10-10 ശരിക്കും, 10-10. അപ്പം അത്രയും ഒരു കുഴപ്പമില്ലാത്ത വലിപ്പത്തിലൊരു. പിന്നെ ബാത്റൂമിന്റെ തേപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിന്റെ തേപ്പുകള് പണി മുഴുവൻ കഴിയാണ്ട തോന്നുന്നുണ്ടല്ലേ. ഞങ്ങളിപ്പോ അങ്ങനെ തന്നെ, പണ്ടത്തെ വീടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ജസ്റ്റ് ഒന്ന് വാർത്തിട്ടിട്ട് നമ്മള് കേറിയിരുന്ന അതിലിരുന്ന് ഓരോ പണികൾ കഴിച്ച കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ കഥകളാണ്. അങ്ങനെ ഈ റൂം കഴിഞ്ഞു. എന്നിട്ട് അത് പണിയൊക്കെ കഴിഞ്ഞപ്പോ വീട് വെക്കുകയും ചെയ്തു അല്ലേ. അതെ, അതില് പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് സന്തോഷത്തോടു കൂടി കുറേ നാൾ അങ്ങോട്ട് താമസിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും വീട് വിൽക്കേണ്ട കുറേ സാഹചര്യങ്ങൾ വന്നു. അത് വലിയൊരു സങ്കടമായിട്ട് അതിങ്ങനെ ഇവിടെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ആ സങ്കടമൊന്നുമില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ വീടുന്നവരങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അതെ. ഇത് കുറച്ചൊരു ചെറിയ റൂമാണ് കേട്ടോ. ഇത് എത്ര കേട്ടോ അറിയില്ല അല്ലേ, അതിന്റെ കണക്ക് പറയാൻ നോക്കുമ്പോഴേക്ക് കണക്ക് അങ്ങനെ 10 സംതിങ് ഉണ്ട് തോന്നുന്നു അല്ലെ. 10-8, 10-9 അങ്ങനെയൊക്കെ ആയിരിക്കും. അന്ന് നമ്മൾ വീട് കാണിക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നില്ല കേട്ടാ. ബാത്റൂമിന്റെ ഡോർ ഇവിടെ ആയിരുന്നു, ഇവിടുന്ന് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളത് പറഞ്ഞിട്ട് ഹോൾ അധികം വലിപ്പില്ലാത്തതുകൊണ്ട് അവിടെ ബാത്റൂമിന്റെ ഇത് ശരിയാവില്ല, കോമൺ ആയിട്ട് ശരിയാവില്ല. അത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വാതിലിന് ഉള്ള സ്പേസ് ഇട്ടു.
അങ്ങനെ അന്ന് നമ്മൾ വീഡിയോ ഇട്ട് എത്ര നാളായി, എത്ര മാസമായി? 4 മാസം. 4 മാസമായിട്ട് ഇപ്പോഴും പണിയൊന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. അല്ല ഇങ്ങനെയെങ്കിലും ആക്കാൻ പറ്റുമല്ലോ. അതന്നെ. പിന്നെ അടുക്കള എനിക്ക് ഈ പറഞ്ഞ പോലെ അടുക്കള ഫുള്ള് തേപ്പ് കഴിഞ്ഞു കേട്ടോ. തേപ്പ് തന്നെ ഇപ്പോൾ എന്താ പറയാ, അന്ന് തേക്കുമ്പോൾ ഇതുപോലെ എന്താ വലിപ്പം തോന്നിച്ചില്ല. ചെറുതാണോ എന്ന് തോന്നി. പക്ഷെ തേച്ച് കഴിഞ്ഞപ്പോൾ വലിപ്പം തോന്നിച്ചില്ല കേട്ടാ. അങ്ങനെ അപ്പം ഈ സ്ലാബും വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ ഈ വയറിങ് പണികളൊക്കെ വയറ് വലിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് സ്വിച്ചും കാര്യങ്ങളൊക്കെ വെക്കണം, ബൾബ്. അങ്ങനെ അപ്പം ഇവിടെ സ്റ്റെപ്പുകൾ വെച്ചു കേട്ടോ. ഇനി ഇപ്പം ഇതിനൊക്കെ ജനലും വാതില് ഒക്കെ വെക്കണം. ജനൽ കുറേ പണികളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന എമൗണ്ടിലേക്ക് നമ്മളൊരു ഇത് വിചാരിക്കുമല്ലോ നമുക്ക് അത്ര. ചെറിയൊരു എമൗണ്ടിലാണ് വീട് പണി. 850 സ്ക്വയർ ഫീറ്റ് അല്ലേ? 850 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു എമൗണ്ടിൽ. പക്ഷെ എനിക്ക് തോന്നണത് വെച്ചാൽ ഈ സ്ക്വയർ ഫീറ്റ് ഒന്നും കൂടി കുറച്ചതായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും പണികൾ കഴിയുമെന്നു തോന്നി എനിക്ക്. രണ്ട് ചെറിയ ബെഡ്റൂം ഉള്ളത്. ഇനി അവിടെ നിങ്ങളുടെ കുറയ്ക്കണത് അങ്ങനെയല്ല, 600 ഒക്കെ ആക്കാൻ. ഒരു 650. ഇപ്പം എൻ്റെയൊക്കെ പഴയ വീട് 650 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പം ആ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല, ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ചിട്ട് വിചാരിക്കാമല്ലോ. എനിക്കിങ്ങനെ അങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ചു മാത്രം കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ജനലിൻ്റെ പാളികളൊക്കെ ഉണ്ട് കേട്ടോ. പാളികൾ അതിൻ്റെ നടുക്ക് മറ്റേ ഗ്ലാസ് ഇടണം. അതാണ് ഇനി ഈ ജനലുകൾക്കൊക്കെ ഉള്ള പണി. പിന്നെ വാതിൽ വെക്കണം. അങ്ങനെ കുറേ പണികൾ. ഇനിയിപ്പോൾ ഇത് എന്ന് തീരും എന്നുള്ള അങ്ങനെ അല്ല, അങ്ങനെയൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെ ആവാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക ആക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ മെല്ലെ ഇരുന്ന് അങ്ങനെ വരും എന്ന് വിചാരിക്കുന്നു. അത്ര തന്നെ. അങ്ങനെയല്ല, വീടിങ്ങനെ കാണുമ്പോൾ ഒരു മിഠായി കിടക്കണം. പൊന്നു നീ മിഠായി കഴിച്ചിട്ട് അവിടെ ഇട്ടൂലേ? ഇവിടെ ചെറിയൊരു വീട് വരുന്നുണ്ട്. പറപ്പണി കഴിഞ്ഞു. സ്ഥലമൊക്കെ നല്ല രസമുണ്ട്, നല്ല സ്ഥലമാട്ടോ. ഇവിടെ ഭയങ്കര നല്ല വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തൂടെ വരുമ്പോഴേക്കും അത് ചെറിയൊരു ഇടവഴിയായിരുന്നു കേട്ടോ. പക്ഷെ എളുപ്പം അപ്പുറത്തേക്ക് കിടക്കാൻ ഈ ഇടവഴി കൂടെയാണ് വരാറ്, അല്ലെങ്കിൽ അപ്പുറത്തൂടെ ചുറ്റി വരണം. അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് കണ്ണടച്ചിട്ട് ഒറ്റ ഓട്ടം ഇടും. അങ്ങനെ ഒരു ഇതുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും വീടും ഒക്കെ ആയി, നല്ല വെളിച്ചമായി. അത് കാരണം കൊണ്ട് നല്ല ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലം. നല്ല മരങ്ങളും. ഇതിന്റെ അപ്പുറത്തല്ലേ കനാല് അവിടെ വലിയൊരു കനാലൊക്കെ ഉണ്ട്. കാലത്തൊക്കെ നല്ല എന്താ പറയാ, ഒരു പ്രത്യേക കാറ്റും ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ പോവാ. ഇനി വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറച്ചിട്ട് തൃശ്ശൂർക്ക് കയറല്ലേ? അങ്ങോട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോവാം. അപ്പോൾ ഇതാണ് അപ്പോൾ വീട് പണിയുടെ വിശേഷങ്ങൾ. കുറേ പേര് ചോദിച്ചിരുന്നു എവിടം വരെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ശരി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.